ഏറ്റുമുട്ടലിൽ ജയ്ഷെ ഭീകരരെ വധിച്ച ജമ്മുകശ്മീരിലെ ത്രാലിൽ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ച് സുരക്ഷാ സേനയുടെ തെരച്ചിൽ ഇന്നും ഉണ്ടാകും. അതിനിടെ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഗുജറാത്തിലെത്തും. ഭുജിലെ വ്യോമത്താവളം പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. വെസ്റ്റേൺ എയർ കമാൻഡ് മേധാവി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിരോധ മന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അച്യുതൻ പറയുന്ന കുറേ വാർത്തകളുടെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, ജമ്മു കാശ്മീർ പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഇന്നലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. ഇത് തുടർച്ചയായി നേരത്തെ കെല്ലറിലും ഇത്തരത്തിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിയുകയും സേന ദൗത്യം ഏറ്റെടുത്ത് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും ഭീകരരെ വധിക്കുന്നതും നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്നലെ ത്രാലിലാണ് ഇത്തരമൊരു ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സേന തെരച്ചിൽ നടത്തുന്നതും അതിൽ ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിക്കാൻ കഴിഞ്ഞതും. എന്തായാലും അതീവ ജാഗ്രതയിൽ ജമ്മു കാശ്മീരിന്റെ എല്ലാ മേഖലകളും കടന്നു എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ ഇത്തരത്തിൽ വനമേഖല കൂടുതലായിട്ടുള്ള പല ഇടങ്ങളിലും സുരക്ഷാ സേനയുടെ വിന്യാസമടക്കം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇനി ഈ കാര്യങ്ങളിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന സന്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അവർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇതിനോടകം തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും അവിടെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും ജാഗ്രതയും തുടരുകയാണ്. അതിനിടയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു. അവിടെ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും അവിടുത്തെ ക്യാമ്പുകൾ സന്ദർശിച്ച് ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള സൈനികരുമായെല്ലാം പ്രതിരോധ മന്ത്രി സംസാരിക്കുകയും ചെയ്തു. ആ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് തന്നെ ഭീകരവാദത്തിനെതിരെ എന്താണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതിരോധ മന്ത്രി ഇന്ന് ഗുജറാത്തിലെ ഭുജ് സന്ദർശിക്കാനായി ഒരുങ്ങുന്നത്. ഭുജിലെ താവളം സന്ദർശിക്കും പ്രതിരോധ മന്ത്രി. 2 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്തുന്നത്. പ്രധാനമായും ഈ അതിർത്തി മേഖലകളിലെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുക എന്നതാണ് പ്രതിരോധ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതായത് ഭുജിലെ തന്നെ വ്യോമത്താവളം അത് ഈ കഴിഞ്ഞ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായ ആ ഘട്ടങ്ങളിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു വ്യോമത്താവളമാണ്. പാകിസ്ഥാൻ ഭുജിലെ വ്യോമത്താവളം ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ഒരു വ്യോമത്താവളം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്നത്. വെസ്റ്റേൺ എയർ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തോടൊപ്പം കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ അതിർത്തിയിലെ സാഹചര്യം എന്താണ് അത് നേരിട്ട് മനസ്സിലാക്കുകയാണ് പ്രതിരോധ മന്ത്രി ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി പാകിസ്ഥാൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിന്ധ് മേഖല വരൾച്ച നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പാകിസ്ഥാൻ ഒരു കത്തിലൂടെ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി അത് പുനഃപരിശോധിക്കണം എന്നൊരാവശ്യം. എന്തായാലും ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറെടുക്കാം അല്ലെങ്കിൽ അതിലേക്ക് കടക്കാം എന്നുള്ളത്. എന്തായാലും ഇന്ത്യ അതിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതുമായി സംബന്ധിച്ചുള്ള ഒരു നിലപാട് കൂടി ഇന്ത്യ വ്യക്തമാക്കും. കൃഷ്ണ, സ്മിത.